ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് ആവിയിൽ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ശർക്കര മാത്രമേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് ഞാൻ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും. ഇത് ഒരു നൂൽപ്പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല, ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ശർക്കര നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം അരിച്ചെടുത്തിട്ട് വേണം നമുക്കതൊന്ന് ഉപയോഗിക്കാനായിട്ട്. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഒരു 2 പിടി തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ചെറിയ ഇളം ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്ത ശേഷമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് നമുക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി വെള്ളത്തിന് പകരം നമുക്ക് ഇളം ചൂടുള്ള പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. തണുത്ത പാലൊന്നും എടുക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള ആ ഒരു രീതിയിലുള്ള പാല് മാത്രമേ എടുക്കാവൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കുറേശ്ശെ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ശർക്കരപ്പാനി എടുത്ത അതേ പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് ലൂസായി പോകരുത്, അതേപോലെ തന്നെ ഒരുപാട് ടൈറ്റായും പോകരുത്. ലൂസായാലും ടൈറ്റായാലും നമ്മുടെ ആ സ്നാക്സ് നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. ഒരു 3 ഏലക്കയും അതേപോലെ തന്നെ അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഈ ഏലക്കാപ്പൊടിക്ക് പകരം വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് നാരങ്ങാനീരാണ്. ഒരു മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ജ്യൂസ് ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ നാരങ്ങാനീരിന് പകരമായിട്ട് 2 ടീസ്പൂൺ തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നാരങ്ങാനീരിനോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 പിഞ്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ നാരങ്ങാനീരിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ആക്ടിവേറ്റ് ആയി കിട്ടും. ഇതാ കണ്ടില്ലേ, പതഞ്ഞ് പൊങ്ങി വരുന്ന കണ്ടില്ലേ. കൂടെ തന്നെ 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കണം. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതുപോലെ മാവ് തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ നല്ല ആവിയിൽ വെച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് പൊങ്ങി നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം. ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് ഇതേപോലുള്ള ചെറിയ പാത്രങ്ങളിലാണ്. നമ്മുടെ വീട്ടിലെ കറികളൊക്കെ വിളമ്പുന്ന ഈ ഒരു രീതിയിലുള്ള പാത്രത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് ഇളകി വരുന്നതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. എല്ലാ സൈഡിലും നല്ല രീതിയിലൊന്ന് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് കുറേശ്ശെ മാവായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഒരു പകുതി അളവിലോ ഒരു 1/4 അളവിലോ മാത്രമേ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാവൂ. ഇത് നന്നായിട്ട് പൊങ്ങി വരും. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു സ്നാക്സാണ്. ഇതിന് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര ചേർത്തും ഇതുണ്ടാക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതേപോലെ നമ്മൾ പാത്രത്തിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യണം. നല്ല രീതിയിൽ ആവി വരുമ്പം നല്ല ഹൈ ഫ്ലെയിമോട് കൂടി ഒരു 20 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇത് പൊങ്ങി വരത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ദാണ്ട നമ്മുടെ വെള്ളമൊക്കെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വെച്ച് കൊടുക്കാവൂ. അതേപോലെ തന്നെ നമ്മൾ ഈ പാത്രത്തിലാക്കി കഴിഞ്ഞ ശേഷം ഒരുപാട് നേരമൊന്നും വെക്കരുത്. പെട്ടെന്ന് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നട്ട്സ് ചേർത്ത് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് താന്നു പോകും. അപ്പോൾ 20 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. തീ ഒരല്പം കുറച്ച് വെച്ചിട്ടാണ് ഞാനിത് തുറന്നത് കേട്ടോ. ക്യാമറയിലോട്ട് ആവി തട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. കേക്കിൻ്റെ അതേ ഒരു രീതിയിൽ മുകൾ വശമൊക്കെ പൊട്ടിയിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. സൈഡിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ ആ എണ്ണയൊക്കെ തേച്ച് കൊടുത്തുകൊണ്ട് തന്നെ. ഞാനിതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പറായിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇത് നമുക്കിനി തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ പലഹാരമൊക്കെ നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിവശമൊക്കെ ഹോൾസൊക്കെ വന്നിട്ട് നല്ല രീതിയിലാണ് കിട്ടിയേക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. നട്ട്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര സോഫ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നതെന്ന്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് വളരെ നല്ലതാണ്. സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.